ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. 10 പൈസ മുടക്കില്ലാതെ എങ്ങനെ പഠിച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റിൽ വരാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ മാത്രം. ഒന്ന്, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോൻ്റെ താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്, അതിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന ക്ലാസ്സിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ട്, SCRT NCRT ബേസ്ഡ് നോട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് പറയാനായിട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കേണ്ടത്, എങ്ങനെയാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റുന്നത്, അതിന് വേണ്ട ഹോട്ട് ടോപ്പിക്സ് എവിടെ നിന്ന് കിട്ടും, അതേപോലെ തന്നെ ഏതൊക്കെ PYQs ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, കറണ്ട് അഫയേഴ്സ് എന്തോരം പഠിക്കണം, അതേപോലെ തന്നെ എന്താണ് സ്റ്റഡി പ്ലാൻ, അതേപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ മൊത്തമായി കാണുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നിലവിൽ വൺ ക്ലിക്ക് PSC എന്ന യൂട്യൂബ് ചാനലാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഫ്രീ ക്ലാസ്സുകൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 47ഓളം ക്ലാസ്സുകൾ ഇതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഹോം കണ്ടു വീഡിയോസ്, ഷോർട്സ്, പ്ലേലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ഇന്ന് 47ഓളം വീഡിയോസുകളാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓരോ ദിവസത്തെയും നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം, ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടതുള്ളത്. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെയാണ് ഓരോ പ്ലേലിസ്റ്റിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാം. ഇനി ഇത് ഓരോന്ന് പഠിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ PYQ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ASM 2025 PYQ എന്നുള്ള പേരിലാണ് അത് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏകദേശം 21ഓളം വീഡിയോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കോട്ടയം, അതേപോലെ തന്നെ കോഴിക്കോട് LDC, അതേപോലെ തന്നെ പാലക്കാട്, ആലപ്പുഴ LDC നിലവിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അപ്കമിങ് ആയിട്ട് വരുന്നതാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും. കാരണം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രമാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 44ഓളം വരുന്ന വീഡിയോസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ട് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് അത് നോക്കി എന്ത് ചെയ്യാം, ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു കറണ്ട് അഫയേഴ്സിൽ കൊടുത്തിരിക്കുന്ന ഏകദേശം 63ഓളം വീഡിയോസാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ സ്റ്റേറ്റ് വൈസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിക്ട് വൈസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഓരോ മന്ത്ലി നടക്കുന്ന കറണ്ട് അഫയേഴ്സ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. PSC ബുള്ളറ്റിനിലെ 2021 മുതൽ 2025 വരെയുള്ള കറണ്ട് അഫയേഴ്സും നിലവിൽ ഈ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആകെ നമ്മൾ നിലവിൽ എന്താണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാവുകയാണ്, അല്ലെങ്കിൽ ഇന്ന് മുതൽ പഠിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ 2025 പഠിച്ച് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വന്ന് എനിക്കൊരു ജോലിക്ക് കയറുമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ കൂടിക്കോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരാനും പറ്റും, അതേപോലെ തന്നെ ജോലി ലഭിക്കുന്നതുമായിരിക്കും. ഓക്കെ, ഇനി ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവുക. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ടെലഗ്രാമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫയൽസിൽ നമ്മൾ ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ട് അവിടെ അവൈലബിൾ ആണ്. ഇനി കിട്ടാത്തവർ മാത്രം എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഏതാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നുള്ളത്, അല്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഏതൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിലും അടുത്ത ദിവസം തന്നെ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് അതൊന്നുകൂടി ഞാൻ എന്ത് ചെയ്യാം, വീണ്ടും ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് റെഡിയാക്കി തരാം. എന്തായാലും അസിസ്റ്റന്റ് സെയിൽസ്മാന് മുന്നോടിയായിട്ട് നമ്മൾ ഈ പറയുന്ന നോട്ട്സ് എല്ലാം മെർജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓൾ ഇൻ ഓൾ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് മെർജ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യം വ്യക്തമായി മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മുടെ നിലവിലത്തെ നോട്ട് എന്ന് പറയുന്നത് പക്ക SCRT NCRT ബേസ്ഡ് ആയിട്ടുള്ള നോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ കൂടുതലായിട്ട് വേറെ ഇനി പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത അവിടെ വരുന്നില്ല. PYQ ആണെങ്കിൽ 2021 to 2025
PYQ നമ്മൾ മൊത്തം ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റഡ് ആണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, അത് നമ്മൾ PSC ബുള്ളറ്റിൻ കൂടി ഇൻക്ലൂഡഡ് ആയതുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കറണ്ട് അഫയേഴ്സിന് വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുൾ കവേർഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ടിങ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. അപ്പോൾ ഹോട്ട് ടോപ്പിക്സിന് നമ്മൾ നിലവിൽ എന്താണോ LDയുടെ സെയിം സിലബസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഹോട്ട് ടോപ്പിക്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ അകത്ത് പഠിച്ചാൽ മതി. അതിൻ്റെ സ്റ്റഡി പ്ലാനും നമ്മുടെ നിലവിൽ ഈ പറയുന്ന ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്താൽ മതി. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സിന് ഉണ്ട്. അതേപോലെ തന്നെ PYQൻ്റെ ടോപ്പിക്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റഡി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഞാനൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാവരും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇംഗ്ലീഷ് എളുപ്പമായിരിക്കും, ചിലർക്ക് മാത്സ് എളുപ്പമായിരിക്കും, ചിലർക്ക് മലയാളം എളുപ്പമായിരിക്കും, ചിലർക്ക് GK ആയിരിക്കും എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ടോപ്പിക്സ് അത് കൂടുതൽ എന്ത് ചെയ്യുക, ഫോക്കസ് ഏരിയയിലേക്ക് മാറ്റി നിർത്തുക. അതിനുശേഷം ബാക്കിയുള്ളത് റിവൈസും ചെയ്ത് പോയാൽ മാത്രം മതി മക്കളെ. നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിലവിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്നു മുതലെങ്കിലും പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ കഴിഞ്ഞ എക്സാംസുകളും അതേപോലെ തന്നെ കട്ട് ഓഫുകളും ഒക്കെ നോക്കുകയാണെങ്കിൽ 60 to 65 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്കാണ് നിലവിൽ മാർക്ക് വന്നിരിക്കുന്നത്. ഒറ്റ തവണയുള്ള എക്സാമാണ്. LD എങ്ങനെയാണോ നമ്മൾ എഴുതുക അതേപോലെ ഒറ്റ തവണ എക്സാം റാങ്ക് ലിസ്റ്റിൽ വരുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു, ആ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഫ്രീ ക്ലാസ് ആണ് മക്കളെ എന്ന് വിചാരിച്ച് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള പക്ക ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ Day 1 മുതലുള്ള ക്ലാസ്സുകളുടെ നിലവിലത്തെ ലിങ്ക് ഞാനൊന്ന് പിൻ ചെയ്തേക്കാം. ഒന്ന് പോയി ക്ലാസ് Day 1 മുതൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ ഉണ്ടാവും. അതിൽ പോയി എന്ത് ചെയ്യുക, നോട്ടും കുറച്ച് ഒന്ന് വായിക്കുക. അതിനുശേഷം ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേ ദിവസം നിലവിൽ നടത്തിയിരിക്കുന്ന PYQs, അതായത് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും PYQ ക്വസ്റ്റ്യൻ ബോർഡ് ഉണ്ടാവും. അതുകൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്സ് കംപ്ലീറ്റഡ് ആയിരിക്കും പഠിച്ച്. ഇനി വരാനിരിക്കുന്ന 2025 ബാക്കി വരുന്ന അപ്കമിങ് എക്സാംസിന് എല്ലാം നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കയ്യിൽ കാശില്ലാതെയും റാങ്ക് ഫയൽ വാങ്ങാനും പൈസയൊന്നും ഇല്ലാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൂടെ കൂടിക്കോ. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. അതിന് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഞാനും ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. കഴിഞ്ഞ 2 ദിവസമായിട്ട് തീരെ വയ്യാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാതിരുന്നത്. അടുത്ത ദിവസം മുതൽ നമുക്ക് അടിച്ചു പൊളിച്ച് പഠിച്ചു പോവാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.